ഭക്തി സാന്ദ്രത്തിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ 341 മുതൽ 345 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ നാമങ്ങളിൽ പറയുന്നത് പ്രപഞ്ചത്തേക്കാൾ ഉയർന്നവൾ ദേവി തന്നെയാണ് എന്നാണ്. വേദങ്ങൾ അന്വേഷിക്കുന്ന സത്യവും ജ്ഞാനത്തിൻ്റെ ഉറവിടവും അമ്മ തന്നെയാണ്. നമ്മുടെ ശരീരം എന്ന ക്ഷേത്രത്തിലും അമ്മ വസിക്കുന്നു. ശരീരത്തിന് മാറ്റമുണ്ടെങ്കിലും അതിനുള്ളിലെ പരമചൈതന്യം നിത്യമാണ്. അതുകൊണ്ട് ഈ ഭാഗം നമ്മെ ഒരു മനോഹരമായ ആത്മീയ ചിന്തയിലേക്ക് നയിക്കുന്നു. ദേവിയെ അന്വേഷിച്ച് ദൂരെയൊന്നും പോകേണ്ടതില്ല. ഈ ശരീരം തന്നെയാണ് ക്ഷേത്രമെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ളിലെ ചൈതന്യത്തെ തിരിച്ചറിയുമ്പോൾ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് കഴിയും. ലളിതാ സഹസ്രനാമത്തിലെ ഈ ഭാഗം പ്രപഞ്ചത്തിനതീതയായ ദേവി എങ്ങനെ നമ്മുടെ ഉള്ളിലും സന്നിഹിതയാണ് എന്ന വലിയ തത്വം വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. ഇത് മുഴുവനായും അറിയണമെങ്കിൽ വീഡിയോ മുഴുവനായും കാണണം. 341 നാമം ക്ഷേത്രസ്വരൂപ. ഇവിടെ ക്ഷേത്രം എന്നത് ശരീരത്തെയും അനുഭവലോകത്തെയും സൂചിപ്പിക്കുന്നു. നമ്മുടെ ശരീരം ഒരു ക്ഷേത്രം പോലെയാണ്. അതിനുള്ളിൽ ജീവചൈതന്യം നിലകൊള്ളുന്നു. ആ ശരീരത്തിലും അതിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയിലും ദേവിയുടെ സാന്നിധ്യമുണ്ട് എന്നർത്ഥം. ഇനി 342 നാമം ക്ഷേത്രേശി. എല്ലാ ക്ഷേത്രങ്ങളുടെയും അധിപതി. ഓരോ ജീവിയുടെയും ശരീരത്തിൽ വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം പ്രവർത്തിപ്പിക്കുന്ന അടിസ്ഥാന ശക്തി ഒന്നു തന്നെയാണ്. അതുകൊണ്ട് ഈ നാമം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തെ പുറത്തു മാത്രം അന്വേഷിക്കേണ്ടതില്ല, സ്വന്തം ഉള്ളിലും ആ ദൈവിക സാന്നിധ്യം തിരിച്ചറിയണം എന്നതാണ്. ഇനി 343 നാമം ക്ഷേത്രജ്ഞപാലിനി. ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും സംരക്ഷിക്കുന്നവൾ. ഭഗവത്ഗീതയിലും ക്ഷേത്രം ശരീരമായിട്ടും ക്ഷേത്രജ്ഞൻ അതിനെ അറിയുന്ന ചൈതന്യമായിട്ടുമാണ് വിശദീകരിക്കുന്നത്. ദേവി ശരീരത്തെയും അതിനുള്ളിലെ ചൈതന്യത്തെയും സംരക്ഷിക്കുന്ന പരാശക്തിയാണ് എന്നതാണ് ഇവിടെ പറയുന്നത്. ഇനി 344 നാമം ക്ഷയവൃദ്ധി വിനിർമുക്ത. ക്ഷയവും വളർച്ചയും ഇല്ലാത്തവൾ. ഈ അർത്ഥം മുൻപ് വേറൊരു നാമത്തിലും പറഞ്ഞിരുന്നു. ശരീരം ജനിക്കുന്നു, വളരുന്നു, മാറുന്നു, ഒടുവിൽ നശിക്കുന്നു. എന്നാൽ അതിന് പിന്നിലുള്ള പരമചൈതന്യത്തിന് ഇത്തരം മാറ്റങ്ങളില്ല. അതിനാൽ ദേവിയുടെ പരമസ്വരൂപം കലാതീതവും മാറ്റമില്ലാത്തതുമാണ് എന്നർത്ഥം. ഇനി 345 നാമം ക്ഷേത്രപാലസമർച്ചിത. ക്ഷേത്രപാലനാൽ ആരാധിക്കപ്പെടുന്നവൾ. ക്ഷേത്രത്തിൻ്റെ സംരക്ഷകനായ ക്ഷേത്രപാലനും ആരാധിക്കുന്ന പരമശക്തിയാണ് ലളിതാംബിക എന്നതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രം എന്നത് ശരീരമായും ക്ഷേത്രജ്ഞൻ എന്നത് അതിനുള്ളിലെ ചൈതന്യമായും ക്ഷേത്രപാലൻ എന്നത് സംരക്ഷകനായും എടുക്കേണ്ടതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തൈക്യരൂപിണ്യൈ നമഃ.